നമസ്കാരം. മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ നിർണായകമായ വിധി പുറപ്പെടുവിച്ചിരുന്നു. പിന്നാലെ കോടതി വരാന്തയിൽ അരങ്ങേറിയ ഒരു രംഗത്തിലേക്കാണ്. ഈ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതി ചെന്താമര അന്വേഷണ ഉദ്യോഗസ്ഥന് പോലീസ് സ്റ്റൈലിൽ സല്യൂട്ട് നൽകിയിരിക്കുകയാണ്. ഡിവൈഎസ്പി എൻ മുരളീധരന് കോടതി വരാന്തയിൽ വെച്ചാണ് ചെന്താമര സല്യൂട്ട് നൽകിയത്. വിധിക്ക് ശേഷം ഡിവൈഎസ്പി ചെന്താമരയെ കണ്ട് സംസാരിച്ചിരുന്നു. പിന്നീട് പോകാനിറങ്ങിയപ്പോഴായിരുന്നു മറ്റു പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അറ്റൻഷനായി നിന്ന് പ്രതി സല്യൂട്ട് അടിച്ചത്. വിധി കേൾക്കുമ്പോഴും ജയിലിലേക്ക് മാറ്റുമ്പോഴും ഒന്നും പ്രതിക്ക് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല. അതേസമയം കോടതി നിർണായകമായ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുകയാണ്. അതായത് ഗുരുതര ക്രിമിനൽ കേസുകളിലെ ഇരകൾക്കും സാക്ഷികൾക്കും ഫലപ്രദമായ സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ സംസ്ഥാന ഭരണകൂടങ്ങൾ വീഴ്ച വരുത്തുന്നതായി നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ വിധിന്യായത്തിൽ കോടതി നിരീക്ഷിച്ചു. സാക്ഷി സംരക്ഷണ സംവിധാനം കടലാസിൽ ഒതുങ്ങരുത്, അത് കാര്യക്ഷമമായി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കോടതിയുടെ നിർദ്ദേശം. നെന്മാറ കൊലപാതക കേസിലെ പ്രതിക്ക് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിക്കുകയും സംഭവ സ്ഥലത്ത് പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തെങ്കിലും ഈ വ്യവസ്ഥ ലംഘിച്ചാണ് പ്രതി മറ്റ് 2 കൊലപാതകങ്ങൾ കൂടി നടത്തിയത്. പോലീസ് ഇത്തരത്തിലൊരു കാര്യം ചെയ്തതുകൊണ്ടാണ് പോലീസിന്റെ അനാസ്ഥ കാരണമാണ് ഒരു കുടുംബത്തെ മുഴുവൻ ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം ഉണ്ടായതെന്നും കോടതി പോലീസിനെയും വിമർശിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അതായത് ആദ്യ കൊലയ്ക്ക് ശേഷം ജാമ്യത്തിലിറങ്ങിയ ചെന്താമര പിന്നീടാണ് ഇരട്ടക്കൊല നടത്തിയത്. ജാമ്യ വ്യവസ്ഥ ലംഘിക്കുന്നത് തിരിച്ചറിയാവുന്ന കുറ്റങ്ങളായി കണക്കാക്കി തുടർ നടപടി എടുക്കുന്നതിന് കേരള പോലീസ് ആക്ട് ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് തൃശൂർ റേഞ്ച് DIG 2025 റിപ്പോർട്ട് നൽകിയിരുന്നു. ഇക്കാര്യം പഠിച്ചു വരികയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ജാമ്യം ലംഘിച്ചാൽ ഉറപ്പായിട്ട് 3 കൊല്ലം ജയിലിൽ തുടർ നടപടി എടുക്കുമെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരിക്കുകയാണ്. ചെന്താമരയെ സഹായിച്ച ഒരു പഴുതാണിത്. അതേസമയം ഈ ഒരു കേസിൽ സുധാകരന്റെ മക്കൾ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. ഈ ഒരു ശിക്ഷാവിധിക്ക് ശേഷം പ്രതി പുറത്തിറങ്ങിയാൽ തങ്ങളെ വധിക്കാനുള്ള സാധ്യതയുണ്ടെന്നത് കണക്കിലെടുത്താണ് കോടതി വധശിക്ഷ വിധിച്ചതെന്നും അതിൽ സന്തോഷമുണ്ടെന്നും മക്കൾ പ്രതികരിച്ചു. കോടതിയിൽ വിശ്വാസമുണ്ടായിരുന്നുവെന്നും പഴയ ഓർമ്മകൾ ഉള്ളതിനാൽ ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങി പോകുന്നില്ല എന്നും അവർ പറഞ്ഞു. വിധി പ്രസ്താവിച്ച ജഡ്ജിക്കും പോലീസിനും അഭിഭാഷകനും അവർ നന്ദി അറിയിച്ചു. കോടതി വിധിച്ച നഷ്ടപരിഹാര തുകയായ 20 ലക്ഷം രൂപ തങ്ങൾക്ക് വലിയ സഹായകമാകുമെന്നും കേസിന്റെ വിചാരണ വേളയിലും പ്രതി ചെന്താമരയ്ക്ക് യാതൊരുവിധ ഭയവും ഉണ്ടായിരുന്നില്ലെന്നും മക്കൾ എടുത്തു പറഞ്ഞു. കോടതി വിധിക്കെതിരെ ചെന്താമര അപ്പീൽ നൽകുകയാണെങ്കിൽ തങ്ങൾ നിയമ പോരാട്ടം തുടരുമെന്നും അവർ വ്യക്തമാക്കി. കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി വിധിക്ക് പിന്നാലെ സജിതയുടെ ബന്ധുക്കളും മക്കളും ചെന്താമരയെ വധശിക്ഷയ്ക്ക് വിധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല ഇതിൽ ഇളയ കുട്ടിക്ക് ജോലി നൽകണമെന്നൊരു ആവശ്യം ഉയർന്നിരുന്നു. പക്ഷേ ജോലി കിട്ടി എന്നതിൽ സന്തോഷമാണ്. എങ്കിൽ പോലും അവർക്ക് നഷ്ടമായത് ഒരിക്കലും ഈ ലോകത്ത് ഒന്നും തന്നെ നികത്താനാകാത്ത വലിയൊരു നഷ്ടമാണ് ആ മക്കൾക്കുണ്ടായത്. അത് വേദനയോടെ കഴിഞ്ഞ ദിവസം കോടതി പരിസരത്ത് പൊട്ടിക്കരഞ്ഞു, മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരയുകയുണ്ടായി ആ മക്കൾ. എന്തായാലും അർഹിച്ച ഒരു ശിക്ഷ തന്നെ ചെന്താമരയ്ക്ക് കിട്ടിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരം. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകി വിധി പുറപ്പെടുവിച്ചത്. അത്യപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് നിരീക്ഷിച്ച കോടതി മുൻകാലങ്ങളിലെ വിവിധ കേസുകളുടെ റഫറൻസുകൾ വിശദമായി പരിശോധിച്ച ശേഷമായിരുന്നു വിധി പ്രഖ്യാപനം നടത്തിയത്. ഇത്തരമൊരു ക്രൂരമായ കുറ്റകൃത്യത്തിന് അർഹമായ ശിക്ഷ നൽകുന്നതിലൂടെ സമൂഹത്തിന് ശക്തമായ ഒരു സന്ദേശം നൽകാൻ ആഗ്രഹിക്കുന്നുവെന്നും കോടതി വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കി. അതേസമയം ബോയൻ ഉന്നതി തിരുത്തമ്പാടം എന്ന ആ പാടശേഖരത്തിലേക്കുള്ള വഴിയിലെ അവസാനത്തെ 4 വീടുകൾ അനാഥമാണ്. പാടത്തിനരികിൽ സുധാകരനും കുടുംബവും താമസിച്ചിരുന്ന വീടും സുധാകരന്റെ അമ്മ ലക്ഷ്മിയുടെ വീടുമുള്ള പുരയിടമാണ്. എതിർവശത്തായി വഴിയുടെ ഒരു വശത്താണ് ഇവരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ചെന്താമരയുടെ വീട്. സമീപത്തായി ചെന്താമരയെ പേടിച്ച് നാടുവിട്ട പുഷ്പയുടെ വീട്. ഇരട്ട കൊലപാതകത്തിന് മൂകസാക്ഷിയായി മാറിയിരിക്കുകയാണ് ഈ വഴി. ഈ പ്രദേശത്തെത്തുമ്പോൾ ഇന്നും മനസ്സിൽ ഭീതി നിറയുകയാണ് ജനങ്ങളുടെ. ചെന്താമരയുടെ വീടിന്റെ പ്രധാന വാതിൽ തകർന്നു കിടക്കുന്ന അവസ്ഥയിലാണ്. അകത്തെ മുറിയിൽ അലമാര തീയിട്ട് നശിപ്പിച്ച നിലയിൽ, പിന്നിലെ വാതിലും തുറന്നു കിടക്കുകയാണ്. ചെന്താമര തിരികെ വരുമെന്ന് കരുതി തമിഴ്നാട്ടിലേക്ക് താമസം മാറ്റിയ അയൽവാസി പുഷ്പയും മകളും അമ്മ വസന്തയും ശിക്ഷ നടപ്പാക്കിയാൽ തിരികെ വരുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയാൻ പേടിയായതിനാൽ പുഷ്പയുടെ സഹോദരൻ ഇവിടെ വരാറില്ല. വധശിക്ഷ വിധിച്ചത് നല്ല കാര്യം തന്നെയാണ്, പക്ഷേ ശിക്ഷ നടപ്പാക്കണം, അല്ലാത്തിടത്തോളം സമാധാനമായി നാട്ടിൽ കഴിയാനാകില്ല എന്നാണ് നാട്ടുകാരിയായ ഒരു സ്ത്രീ വെളിപ്പെടുത്തിയത്. നാടിന്റെ പേര് ഇത്രയും മോശമാക്കിയ വ്യക്തിയാണ് ചെന്താമര. നാട്ടുകാർക്കെല്ലാം ചെന്താമരയെ പേടിയാണ് എന്ന് ചെന്താമരയുടെ സുഹൃത്തായിരുന്ന മറ്റൊരു നാട്ടുകാരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ആദ്യ കൊലപാതകം കഴിഞ്ഞ് ജാമ്യത്തിലിറങ്ങിയ സമയത്ത് കണ്ടപ്പോൾ അബദ്ധം പറ്റിയെന്നായിരുന്നു ചെന്താമര പറഞ്ഞത്.
പക്ഷേ ആ അബദ്ധം അതൊരു അബദ്ധമായിരുന്നില്ല, മറിച്ച് ആ ജാമ്യം കിട്ടി ഇറങ്ങിയപ്പോൾ വീണ്ടും 2 കൊലപാതകങ്ങളാണ് പ്രതി ചെയ്തത്. ഇത്തരത്തിൽ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ 3-ാം ദിവസമാണ് 2 പേരെ യാതൊരു ദാക്ഷിണ്യമില്ലാതെ ചെന്താമര അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ആ മാനസിക നില ആർക്കും പിടികിട്ടുന്നില്ല. തൂക്കിക്കൊന്നോളാനല്ലേ കോടതിയോടും പറഞ്ഞത് എന്നായിരുന്നു സുഹൃത്തായ നാട്ടുകാരൻ പ്രതികരിച്ചത്. വധശിക്ഷ ശരിക്കും നടപ്പാക്കുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ നാട്ടിൽ നിന്ന് ഉയരുന്നുണ്ട്. വധശിക്ഷ നടപ്പാക്കാത്തിടത്തോളം സാക്ഷി പറഞ്ഞവരുടെ കുടുംബങ്ങൾ ഭീതിയിലാണ്. ചെന്താമര കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ചെന്താമരയുടെ ഭാര്യ ഭയന്നോടി തൻ്റെ വീട്ടിൽ കയറിയ ഓർമ്മ ഇപ്പോഴും ആ നാട്ടിലെ മറ്റൊരു സ്ത്രീക്കുണ്ട്. സജിതയുടെ കുട്ടികളുടെ പ്രാർത്ഥന കേട്ടു എന്നാണ് ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച വിധിയുമായി ബന്ധപ്പെട്ട് നാടൊന്നടങ്കം പ്രതികരിക്കുന്നത്. എന്തായാലും ചെന്താമരയ്ക്കെതിരെ നിർണായകമായത് സാഹചര്യ തെളിവുകളാണ്. ശാസ്ത്രീയമായി കണ്ടെത്തിയ തെളിവുകളും ചെന്താമരയ്ക്കെതിരെയുള്ള ആയുധമായി മാറി. ഇതിൽ ഏറ്റവും പ്രധാനം കൊലയ്ക്ക് ഉപയോഗിച്ച വെട്ടുകത്തിയുടെ പിടിയിൽ കൊല്ലപ്പെട്ട സുധാകരൻ്റെയും ലക്ഷ്മിയുടെയും ചെന്താമരയുടെയും കോശങ്ങളും രക്തക്കറയും കണ്ടെത്തിയിരുന്നു. ഇരട്ട കൊലപാതകത്തിന് ശേഷം ചെന്താമരയെ പിടികൂടുന്നതിന് മുൻപാണ് കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം പോലീസ് കണ്ടെത്തിയത്. കൊലപാതക സമയത്ത് പ്രതി ഉടുത്തിരുന്ന മുണ്ടിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലവും പ്രോസിക്യൂഷന് അനുകൂലമായി മാറി. കൊലയ്ക്ക് മുൻപ് തന്നെ ആയുധം വാങ്ങിയതും കൊല നടത്തുമെന്ന് മുൻകൂട്ടി വെളിപ്പെടുത്തിയതും സാക്ഷികളോട് തെളിയിക്കാൻ അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷന് സാധിച്ചു. പ്രതിയുടെ ഭാര്യ, കൊല്ലപ്പെട്ട സജിത, സുധാകരൻ ദമ്പതികളുടെ മകൾ ഉൾപ്പെടെ ശക്തമായ മൊഴിയാണ് പ്രതിക്കെതിരെ നൽകിയത്. പ്രതിയുടെ സഹോദരൻ ഉൾപ്പെടെ 4 പേർ മൊഴി മാറ്റിയെങ്കിലും അതൊന്നും കേസിനെ ബാധിച്ചില്ല. അതേസമയം ഈ സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ N. മുരളീധരൻ പ്രതികരിക്കുകയുണ്ടായി. കേസ് അന്വേഷണം നടത്തിയ സംഘത്തിന് കോടതി അഭിനന്ദനം അറിയിച്ചതായി അദ്ദേഹം പറഞ്ഞു. 56 ദിവസം കൊണ്ട് ചാർജ് ഷീറ്റ് നൽകാൻ കഴിഞ്ഞതിലായിരുന്നു കോടതിയുടെ അഭിനന്ദനം. മുൻ പാലക്കാട് SP അജിത് കുമാർ, മുൻ റേഞ്ച് DIG ഹരിശങ്കർ, ഗവൺമെന്റ് ലീഡർ വിജയകുമാർ, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ കൂടി കൂട്ടായ പരിശ്രമമാണ് ഇത്തരത്തിലൊരു വിധി നേടിയെടുക്കാൻ കാരണമായതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.